ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ദോശയും അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഒരു എഗ് കറിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ 2 കപ്പ് 250 ml കപ്പിൽ ഇഡ്ഡലി റൈസ് കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കുതിർത്തൊരു ബൗളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് വേണ്ടത് 1/2 കപ്പ് നമ്മുടെ വേവിച്ച റൈസ് ഇല്ലേ, അതും പിന്നെ ഒരു എഗ്ഗും ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിലോട്ടുള്ള ബീട്രൂട്ട് തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കുതിർത്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി റൈസ് ഇല്ലേ, ഞാൻ 4 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ ആ കപ്പിലോട്ട് ഞാൻ ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അതിലോട്ടങ്ങ് കട്ട് ചെയ്തിട്ട് ഇടും കേട്ടോ. അപ്പം നിങ്ങളും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. മിക്സി എടുത്തിട്ട് മിക്സിയിലോട്ട് നമ്മൾ റൈസ് അരയ്ക്കാനിടുമ്പോൾ അപ്പോൾ വേണമെങ്കിലും ഇടാം. ഞാൻ എന്താ വെച്ചാൽ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇതിലോട്ട് ബീട്രൂട്ടും അതേപോലെ തന്നെ വേവിച്ച് വെച്ച റൈസും എടുത്തിട്ട് പകുതി പകുതിയായിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മളുടെ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ അരക്കുന്ന മാവിനരക്കില്ലേ, അതേപോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ അരച്ചെടുക്കണം റൈസ്. പിന്നെ ഇത് ഇഡ്ഡലിയുടെ റൈസിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടാണ് വേണ്ടത്. നല്ലപോലെ ലൂസാവുകയും വേണ്ട, എന്നാൽ നല്ലപോലെ തിക്കാവുകയും വേണ്ട കേട്ടോ. നമ്മുടെ ഇഡ്ഡലിയുടെ റൈസിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ അതേ ഞാൻ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 2 ട്രിപ്പായിട്ടാട്ടോ അരച്ചെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ജാറ് വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിനിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അതൊന്നങ്ങ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ബാക്കിയുള്ള റൈസും ഇട്ടിട്ട് അതിന് ശേഷം അതിലോട്ട് ഒരു എഗ്ഗും പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് 2 വലിയ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ എല്ലാ ദോശകളിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ പഴകിയത് എടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാവ് പൊന്തി വരില്ല. അപ്പം നിങ്ങൾ നമ്മുടെ ബേക്കിംഗ് സോഡ അല്ലേ, അതിട്ടാൽ മതി കേട്ടോ. അതിടുമ്പോൾ വലിയ പ്രശ്നമല്ല. അല്ലെങ്കിൽ ഈസ്റ്റ് പഴകിയതാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചാൽ 1 മാസമൊക്കെ പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊന്തി വരണില്ല കേട്ടോ. അതുപോലെ എനിക്കൊരു പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഇതേ ഞാൻ ഒരു 8 എഗ്ഗാണ് കേട്ടോ നമ്മൾ കറി വെക്കാൻ എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാനൊരു 9 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അത് 2 ടേബിൾ സ്പൂണോളം വേണം കേട്ടോ. ഞാനത് ഏതോ കറികൾക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ എടുത്തു വെച്ചതിൽ എനിക്ക് ബാക്കി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വേറെ സെപ്പറേറ്റ് എടുത്തിട്ടില്ല. അതാട്ടോ കറി വെക്കുമ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂണ് ജിഞ്ചറും ഗാർലിക്കും കൂടി പേസ്റ്റ് ആക്കിയത് 2ഉം കൂടെയാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നങ്ങ് കഴുകിയെടുത്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഈ മാവ് അരച്ചിട്ട് പിന്നെ നമ്മൾ രാത്രി ഓവർനൈറ്റ് എടുത്ത് വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഒരു മിനിമം ഒരു 6 ഹവറെങ്കിലും എടുത്ത് വെക്കണം കേട്ടോ, എന്നാലേ പൊന്തി വരുള്ളൂ. അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ദോശ. അപ്പം ഞാൻ തലേ ദിവസമാണ് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. കറി ഞാൻ രാവിലെ ആയിട്ട് ഉണ്ടാക്കുന്നത്. മാവ് ഞാൻ രാത്രി അരച്ച് വെച്ചിട്ടുണ്ട്. കറിക്കുള്ളതെല്ലാം അരിഞ്ഞു വെക്കലൊക്കെ രാത്രി ചെയ്തു കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത കോക്കനട്ട് ഓയിൽ ഉണ്ടായിരുന്നു, അതാട്ടോ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. അതാണ് കളർ വ്യത്യാസം. എന്നിട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ഞാൻ അതിലോട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ നല്ലപോലെ പച്ച സ്മെല്ലൊക്കെ പോയി എന്ന് തോന്നുന്നു എപ്പോഴാണെന്ന് പറയുമോ, ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോഴാട്ടോ കറക്റ്റ് പാകമാണ് ആ ടൈമിൽ. ആ ടൈമിൽ നമ്മുടെ തക്കാളി 2 അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതും കൂടി ഒന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് അത് മൂടി വെച്ചിട്ട് തക്കാളി നല്ലപോലെ ഉടയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. തക്കാളി നല്ലപോലെ ഉടയണം കേട്ടോ. അപ്പോൾ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരും കേട്ടോ. ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാനിത് ഒരു പകുതി ഉടഞ്ഞു വന്നിട്ടുള്ളൂ. അപ്പോൾ അതിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഞാൻ അടച്ചുവെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഫുള്ളായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ മഞ്ഞൾ കുറച്ച് നേരത്തെ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം മഞ്ഞളിനൊരു കുത്തുചുവ ഉണ്ടാവും, അത് മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ അതിലോട്ട് കാശ്മീരി മുളക് പൊടിയില്ലേ, അതൊരു വലിയ ടേബിൾ സ്പൂണോളം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗരം മസാല അല്ലേ,
അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഗരം മസാലക്ക് ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെത് എനിക്ക് കണക്കറിയാം, അതാണ് ഞാൻ ഇട്ട് കൊടുത്തത് 2 ടീസ്പൂൺ കേട്ടോ. പിന്നെ ഇതേ ഞാനിത് കുരുമുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം. പിന്നെ ഞാൻ ഗരം മസാല ഞാനായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയതാട്ടോ, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ അതാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത്. പിന്നെ അതെ ഞാൻ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കോൺഫ്ലവർ ഇല്ലേ, അതൊരു ടേബിൾ സ്പൂണോളം 1 ഗ്ലാസ് വെള്ളത്തിൽ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ടെക്സ്ചറുമാണ്, അതുപോലെ തന്നെ പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഇതൊന്ന് നമ്മൾ ഇതിലോട്ട് അതൊന്ന് മിക്സ് ആക്കണം, നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അതൊക്കെ ഞാൻ കുറച്ചൊക്കെ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇത് സ്പീഡാക്കിയേക്കണ വീഡിയോ. പിന്നെ ഞാൻ എഗ്ഗില്ലേ, നമ്മൾ എഗ്ഗ് കറിയിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്നങ്ങ് കത്തിയിട്ട് കീറി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള യോക്കുമ്പോൾ തട്ടാണ്ട് വേണം കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കാൻ. സ്പീഡിൽ ഇങ്ങനെ മെല്ലെ 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 തട്ടി കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് എല്ലായിടത്തേക്കും കട്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ 8 എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കിയിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ചിട്ട് ആ എഗ്ഗിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലപോലെ മസാല കയറണ വരെ ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് തുറന്നിട്ട് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ഫ്രഷ് ക്രീം ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് ഇല്ലേ, അത് നമ്മൾ വെള്ളം ചേർക്കാതെ നല്ലപോലെ അടിച്ചെടുത്തത് അതിൻ്റെ മിൽക്ക് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ മല്ലിയുടെ ഇലയും 2-3 നമ്മുടെ ചില്ലില്ലേ, ഗ്രീൻ ചില്ലിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്ത്. ഇപ്പോൾ ദേ നമ്മുടെ എഗ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദോശയില്ലേ, ഇതിപ്പോൾ ഞാൻ രാവിലെ കേട്ടോ ചെയ്യുന്നത്, എഗ് കറി ചെയ്യുന്നത്. എല്ലാം കട്ട് ചെയ്തൊക്കെ രാത്രി ചെയ്തു കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ദോശമാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ദോശ കേട്ടോ. നമ്മുടെ വെള്ളയപ്പൊന്നും നമുക്ക് ഈ ദോശ കഴിച്ചു തുടങ്ങിയാൽ നമ്മുടെ വെള്ളയപ്പൊന്നും നമുക്ക് വലിയ ടേസ്റ്റ് തോന്നില്ല കേട്ടോ. പിന്നെ ഈ ദോശയും നമ്മുടെ മിൽക്ക് ദോശ ചെയ്ത പോലെ തന്നെ ഒന്നങ്ങ് ചുറ്റി കൊടുത്തതിന് ശേഷം അതിൽ ബബിൾസ് പകുതി മുക്കാലാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് വെച്ചതിന് ശേഷം എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മറിച്ചിടില്ല കേട്ടോ, ഈ ദോശ നമ്മൾ മറിച്ചിടില്ല. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ദോശക്ക് നല്ല കളറും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നല്ല ഒരു റെസിപ്പി ആട്ടോ. ലഞ്ച് ബോക്സിനായാലും ടിഫിനിൽ പിള്ളേർക്കായാലും ഉച്ചക്ക് ചോറൊന്നും കഴിക്കാതെ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ നല്ലൊരു റെസിപ്പി ആട്ടോ. ഇത് ഉച്ചക്ക് കൊണ്ടുപോകാനായാലും അതുപോലെ തന്നെ രാവിലെ കഴിക്കാനായാലും ഒക്കെ നല്ലൊരു റെസിപ്പി ആട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ദോശയൊക്കെ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എഗ് കറി അതെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ദോശക്ക് നല്ല കളറാട്ടോ. അത് ഞാനൊരു കളറും ഇട്ടിട്ടില്ല. നിങ്ങളും ഇതേപോലെ ബീട്രൂട്ട് ഇട്ടൊന്ന് അടിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ കളർ വരുമ്പോൾ നിങ്ങൾക്കറിയാം അതിലൊരു കളറും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ.